ജബോട്ടിക്കാബ അല്ലെങ്കിൽ മരമുന്തിരി. മരമുന്തിരി ആയിരിക്കും നമുക്ക് ഒന്നുകൂടി കംഫർട്ടായി പറയാൻ പറ്റുന്നല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം അടുത്ത കാലങ്ങളിലായിട്ട് ഒക്കെയാണ് ഇങ്ങനെ ഫെമിലിയറായിട്ട് ഈ ഒരു ഫ്രൂട്ട് ഫേമസ് ആയി തുടങ്ങിയത് കേട്ടോ. ഇതെൻ്റെ പ്ലാന്റാണ്. ഞാനൊരു 100 രൂപയുടെ പോട്ടിലാണ് സംഭവം ഇത് നട്ടിട്ടുള്ളത്. ഇങ്ങനെ പോട്ടിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കായ കിട്ടും. അതേപോലെ നിലത്ത് നട്ട് കഴിഞ്ഞാലും ഓക്കെയാണ് കേട്ടോ. ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ സീസണാണ് കേട്ടോ. ഇത് കായ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കായ ഇല്ലാത്തൊരു ടൈം ഉണ്ടാവുകയില്ല. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരുപാട് എണ്ണമൊക്കെ ആയിട്ട് അങ്ങനെ എപ്പോഴും ഇങ്ങനെ പഴുത്തൊരു കാ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ഇത്രയധികം കാ ഒന്നിച്ച് പഴുക്കുന്നത്. കായ ഉണ്ടാവാറുണ്ട്, ഇടയ്ക്കൊക്കെ ഓരോന്നോരോന്ന് അങ്ങനെ പഴുക്കുക എന്നല്ലാതെ ഇപ്പോഴാണ് ഇത്രയധികം കാ പിടിച്ച് കാ പഴുത്ത് കിട്ടിയത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അതും കൂടി കൂട്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ കാണും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാന റീസൺ, നമുക്ക് കുറേ കാലമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു രഹസ്യം അറിയില്ലായിരുന്നു കേട്ടോ. അതറിഞ്ഞതിന് ശേഷമാണ് ഇത്രയധികം കാ പിടിച്ചതും നമുക്കതൊക്കെ പഴുത്ത് കിട്ടുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലോ ഇടയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ പറയാം. അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് ഇനിയിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഈ പേര് പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും വരുന്നത് കേട്ടോ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഏകദേശം ഒരു മുന്തിരി, നമ്മളെ ആ ചുവന്ന മുന്തിരിയില്ലേ, അത് കഴിക്കുന്ന പോലെയൊക്കെയുള്ളൊരു ടേസ്റ്റും ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. പക്കാ മുന്തിരിയുടെ ടേസ്റ്റൊന്നും അല്ല കേട്ടോ. എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇപ്പം നമുക്ക് ഗാർഡനിൽ വെക്കുകയാണെങ്കിൽ തന്നെയും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ചെടിക്ക്. അപ്പം നമ്മുടെ ഫ്രണ്ട് ഗാർഡൻ ആണെങ്കിലും നമുക്ക് ഒരു ചട്ടിയിലാക്കിയിട്ടോ ഇനി അതല്ല നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചെടിയുടെ പർപ്പസും കിട്ടും, പിന്നെ ഈ ഫ്രൂട്ടുകൾ നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ ആ രഹസ്യം എന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പൂക്കൾ കുറവായിരുന്നു കേട്ടോ. അത്യാവശ്യം അവിടെ എവിടെയെങ്കിലായിട്ടൊക്കെ പൂക്കൾ കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചെടി ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ മൂടി നിൽക്കുമല്ലോ, ആ സമയം ഇതിൻ്റെ തണ്ടുകളിലേക്ക് വല്ലാതെ സൂര്യപ്രകാശം കിട്ടൂല കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അതായത് തണ്ടുകളിൽ എത്രമാത്രം സൂര്യപ്രകാശം കിട്ടുന്നോ അത്രയ്ക്ക് ഇതിൻ്റെ പൂവിടാനുള്ള ടെൻഡൻസി കൂടും കേട്ടോ. ഈ ഒരു സംഭവം നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷേ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിൻ്റെ മേലെ ഭാഗത്തുള്ള ഏകദേശമൊക്കെ പ്രൂൺ ചെയ്തിട്ട് ബാക്കി അങ്ങോട്ട് കെട്ടിവെച്ചു. ഇത് കണ്ടോ, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത്രയധികം പൂക്കൾ ഉണ്ടാവാനും കായ പിടിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെടി ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇങ്ങനെ ഫ്ലവർ കിട്ടാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കൂ. അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യമാണെങ്കിൽ സാധാരണ നമ്മളൊരു ഫ്രൂട്ട് നട്ട് കഴിഞ്ഞാലുള്ള എല്ലാ മെയിൻ്റനൻസ് ഇതിനും വേണം കേട്ടോ. മെയിനായിട്ട് സൂര്യപ്രകാശം ഡയറക്റ്റായി തട്ടുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം. അത്യാവശ്യത്തിന് വെള്ളം വേണം. പിന്നെ വളം ചെയ്യുന്നതും ഒന്ന് നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾ സീസൺ ഫ്രൂട്ട് ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ.